ADGP MR അജിത് കുമാറിനെ മാറ്റണമെന്ന് മുഖ്യമന്ത്രിക്ക് എഴുതി നൽകുമെന്ന് PV അൻവർ MLA. പറ്റിയാൽ നാളെ തന്നെ മുഖ്യമന്ത്രിയെ കാണുമെന്നും ഏറ്റവും വലിയ വിശ്വസ്തരാണ് ചതിക്കുന്നത് എന്നും PV അൻവർ പറഞ്ഞു. മലപ്പുറം SP സുജിത് ദാസ് ഫോൺ സംഭാഷണം ചോർത്തിയെന്നും PV അൻവർ ആരോപിച്ചു. അരീക്കോട് MSP ക്യാമ്പിലുള്ള ATSന്റെ സംവിധാനം വഴിയാണ് ഫോൺ സംഭാഷണം ചോർത്തിയത് എന്നും PV അൻവർ പറഞ്ഞു. സ്വാഭാവികമായിട്ടും മലപ്പുറം SP സുജിത് ദാസ് അദ്ദേഹത്തിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ഈ ഇന്റർസെപ്ഷൻ മെഷീനുകൾ അവിടെ സ്ഥാപിച്ച അന്ന് തൊട്ട് ഞാൻ ഈ പറയുന്ന ഈ നിമിഷം വരെ 3 ആളുകളാണ് അതിൽ വർക്ക് ചെയ്യുന്നത്. ആ 3 ആളുകൾക്ക് വലിയൊരു മാറ്റം വന്നിട്ടില്ല. ആരെ ഫോണും ചോർത്തന്നു. കോടികൾ മുടക്കിയ ATSന്റെ ഇന്റർസെപ്റ്റ് ചെയ്യുന്ന ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഇവിടുന്ന് ഈ ചങ്ങാതി ഹൈദരാബാദിലേക്ക് പോയല്ലോ. മറ്റേ നമ്മുടെ താനൂർ കേസ് കഴിഞ്ഞിട്ട് ഹൈദരാബാദിൽ പോയി 1 മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പിന്നെ ഈ ATSന്റെ തലവൻ ഈ ചങ്ങാതി ആര് സുജിത് ദാസ്. ഇതാണിതിലെ ഭയങ്കര സംഭവം. ഇപ്പൊ ഈ ഇങ്ങോട്ട് ആലപ്പുഴ പത്തനംതിട്ടയ്ക്ക് പോകുന്നതിന് മുമ്പ് വരെ ഈ പറയുന്ന 5-6 മാസങ്ങള് ഈ ATSൽ ഇരിക്കുക. അതിന്റെ ഫോൺ കോൾ തന്നെ അതിൽ പറയുന്നുണ്ട്. സാറേ, ഞാനൊന്നും ചെയ്തില്ല, ഞാൻ ഇവിടുന്ന് പോയി ഹൈദരാബാദിൽ പോയി പിന്നെ വന്ന് ഞാൻ ആ ATSന്റെ മൂലക്കിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അതിനിടയിൽ ഞാൻ 3 മാവോയിസ്റ്റുകളെയും പിടിച്ചു കൊടുത്തു. എന്റെ ഫോൺ കോൾ നിങ്ങൾക്ക് കേൾക്കാം. ഈ ചങ്ങാതിയായിരുന്നു ഈ പറയുന്ന ATS ഇന്റലിജൻസ് നമ്മുടെ സ്റ്റേറ്റിന്റെ ഹെഡ്. ADGP RSS നേതാവിനെ കണ്ടത് വിശദമായി അന്വേഷിക്കാൻ സർക്കാർ. DGP നേരിട്ടാണ് അന്വേഷണം നടത്തുക. വീഴ്ചയുണ്ടെങ്കിൽ ADGPക്കെതിരെ നടപടിയുണ്ടാകും. അതേസമയം ADGP അജിത് കുമാർ 2 RSS നേതാക്കളെ കണ്ടത് തൊട്ടടുത്ത ദിവസങ്ങളിൽ ആയാണ്. ദത്താത്രേയെ കണ്ടത് 2023 മെയ് 22-നും രാമാധവുമായുള്ള കൂടിക്കാഴ്ച 2023 ജൂൺ 2-നുമായിരുന്നു. കൂടിക്കാഴ്ചകൾ 10 ദിവസത്തെ ഇടവേളയിൽ ആയിരുന്നു. RSS ക്യാമ്പിലെ കൂടിക്കാഴ്ച 1 മണിക്കൂർ നീണ്ടുനിന്നു. ദത്താത്രേയുമായുള്ള കൂടിക്കാഴ്ചയും 1 മണിക്കൂർ നീണ്ടു. കൂടിക്കാഴ്ച ക്യാമ്പ് വേദിയിലെ മുറികളിൽ ആയിരുന്നു. രാമാധവിനെ കണ്ടത് കോവളത്ത് 10 മിനിറ്റ് നീണ്ട കൂടിക്കാഴ്ചയിൽ ബിസിനസ്സുകാരായ സുഹൃത്തുക്കളും പങ്കാളികൾ ആയിരുന്നു. ശബരിമലയിൽ ADGP അജിത് കുമാർ അമിതാധികാരം പ്രയോഗിക്കുന്നുവെന്ന് വിമർശനം. ആരോപണം ഇന്റലിജൻസ് റിപ്പോർട്ടിൽ ആണുള്ളത്. ദേവസ്വം ബോർഡിന്റെ അധികാരത്തിൽ കടന്നുകയറി. പ്രത്യേക താൽപര്യത്തിൽ ഉദ്യോഗസ്ഥരെയും പോലീസുകാരെയും നിയോഗിച്ചു. പമ്പയിലെ പാർക്കിംഗ് ADGPയുടെ പ്രത്യേക നിയന്ത്രണത്തിൽ ആക്കി. ദേവസ്വം പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ചയിൽ അസുഖകരമായി പെരുമാറി എന്നും റിപ്പോർട്ടിൽ വിമർശനമുണ്ട്. മുഖ്യമന്ത്രിയുമായി DGP കൂടിക്കാഴ്ച നടത്തുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് കൂടിക്കാഴ്ച. ഇന്റലിജൻസ് ADGP മനോജ് എബ്രഹാമും കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. PV അൻവറിന്റെ വെളിപ്പെടുത്തലിൽ വിവാദങ്ങൾ പുകഞ്ഞിരിക്കെ ഫേസ്ബുക്കിൽ പരോക്ഷ വിമർശന പോസ്റ്റുമായി CPIM മലപ്പുറം മുൻ ജില്ലാ സെക്രട്ടറി PP വാസുദേവൻ. കുരുക്ഷേത്ര യുദ്ധത്തിൽ ഭീഷ്മ പിതാമഹനെ വീഴ്ത്തിയത് ശിഖണ്ഡിയെ മുന്നിൽ നിർത്തിയാണ്. ഉന്നം വേറെയാണ്, ജാഗ്രത എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ പോസ്റ്റ്. ശേഷം ആരെയും ഒരു പ്രശ്നത്തെയും മാത്രം മനസ്സിൽ കണ്ടല്ല എന്നും ഉറങ്ങുന്നവരെ ഉണർത്താം, എന്നാൽ ഉറക്കം നടിക്കുന്നവരെയോ എന്ന ചോദ്യം ഉയർത്തുന്ന മറ്റൊരു കുറിപ്പും അദ്ദേഹം പോസ്റ്റ് ചെയ്തു. ഈ പ്രശ്നത്തിൽ ഇനി കൂടുതലൊന്നും പറയാനില്ല എന്നും അദ്ദേഹം പോസ്റ്റിൽ വ്യക്തമാക്കുന്നു.